കാലം സാക്ഷി, ചരിത്രം സാക്ഷി, നിങ്ങൾ പറക്കുക തന്നെ ചെയ്യും. നിലം തൊടിയിക്കാത്ത രീതിയിൽ ജനങ്ങൾ നിങ്ങളെ കൈകാര്യം ചെയ്യുക തന്നെ ചെയ്യും. കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അധികാരം കിട്ടിയതിന് ശേഷം നിങ്ങൾ പറഞ്ഞതൊക്കെ വർഗീയത മാത്രമാണ്. ജനങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ഒരു ഇടപെടലും നടത്തിയിട്ടില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടായിക്കഴിഞ്ഞാൽ പാകിസ്ഥാനെ കുറിച്ച് പറയും, രാമക്ഷേത്രത്തിനെ കുറിച്ച് പറയും, ബാബരിയെ കുറിച്ച് പറയും, ലവ് ജിഹാദിനെ കുറിച്ച് പറയും, പശുവിനെ കുറിച്ച് പറയും. പക്ഷേ ഇനി അത് നടക്കില്ല. സാധാരണക്കാരനായ ജനങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ മുഖം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. വർഗീയത മാത്രമാണ് നിങ്ങളെന്ന് അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങളെ അവർ നിലം തൊടിക്കുകയില്ല. അതിന്റെ ആദ്യ സൂചന തന്നെയാണ് ഡൽഹിയിലെ സരിതാ വിഹാറിലെ അപ്പോളോ ആശുപത്രിയിൽ കാണാൻ വേണ്ടി സാധിച്ചത്. ചികിത്സ കിട്ടാതെ മരിച്ചുപോയ 62കാരിയെ വളരെ ദയനീയമായി അവർ കാണുകയും അതിന്റെ പ്രതികാരമായിട്ട് അവിടെയുള്ള ഡോക്ടർമാരെ അവർ ഇപ്പോൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് എങ്കിൽ നാളുകളിൽ അധികാരത്തിന്റെ അപ്പക്കഷ്ണം തിന്ന് മൂത്ത് നരകിച്ചിരിക്കുന്ന നിങ്ങൾക്ക് നേരെയായിരിക്കും അത് വരിക. നിങ്ങളെ അവർ നിലം തൊടിക്കില്ല എന്ന് പറയുന്നത് വെറുതെയൊന്നുമല്ല. അവരുടെ പ്രാണനായ ആളുകൾ മരിച്ചു പോകുമ്പോൾ, അവരുടെ വികാരങ്ങൾ അതിരുകടന്നു പോകുമ്പോൾ, വർഗീയതയുടെ ലോകത്ത് നിന്ന് നിങ്ങൾ പറ്റിച്ച സാധാരണക്കാർ പുതിയ ലോകത്തേക്ക് വരുമ്പോൾ നിങ്ങളെ ആ ലോകത്ത് അവർ കാണുന്നത് ശത്രുക്കളായിട്ട് തന്നെയായിരിക്കും. അതിൽ ഒരു സംശയവും വേണ്ട. യുപിയിലെയും ഗുജറാത്തിലെയും ദയനീയമായിട്ടുള്ള സാഹചര്യങ്ങളിൽ കഷ്ടപ്പെട്ട് വേദന സഹിച്ച് പൊരുതിമുട്ടുന്ന ജനങ്ങൾ നിങ്ങൾക്ക് മറുപടി തരുന്ന കാലം വിദൂരമല്ല. അതിന്റെ ആദ്യ സൂചന തന്നെയാണ് ഈ അടിയൊക്കെ. ഡോക്ടർമാരെയും നഴ്സുമാരെയും തള്ളിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അവരല്ല കുറ്റക്കാർ, നിങ്ങളാണ് കുറ്റക്കാർ. ആ അടിയൊക്കെ കൊണ്ടത് നിങ്ങൾക്ക് തന്നെയാണ്. അത്യാവശ്യം ചിന്തിക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ ചിന്തിക്കുക. ആ ഡോക്ടർമാരെയും നഴ്സുമാരെയും അവർ ഇന്ന് തല്ലിയിട്ടുണ്ട് എങ്കിൽ ചിലപ്പോൾ അവർ നിരപരാധിയായിരിക്കാം. പക്ഷേ ആ അടി കൊള്ളേണ്ടത് നിങ്ങൾക്ക് തന്നെയാണ്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് കൊണ്ടു കാണും. ഇനി നിങ്ങൾക്ക് കൊള്ളാൻ വേണ്ടി പോകുന്ന രാവുകളാണ് എന്ന് പറയാതെ വയ്യ. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രത്തോളം ദയനീയമായിരുന്നു നിങ്ങളുടെ ഭരണം. നിങ്ങൾ വർഗീയതയല്ലാതെ മറ്റൊരു കാര്യവും ആരോഗ്യരംഗത്തോ അല്ലെങ്കിൽ പൊതുരംഗത്തോ നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ളതിന്റെ നേർസാക്ഷ്യം തന്നെയാണ് യോഗി ഭരിക്കുന്ന യുപിയും മോദിയുടെ നാടായിട്ടുള്ള ഗുജറാത്തിലെയും ദയനീയമായിട്ടുള്ള അവസ്ഥകൾ. എന്തായാലും കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.